ന ന ന കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം കൃതണരകാം കൃതണര കൃതണരകാം 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 ന ന ന. നമസ്കാരം, വൈത്തരിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ കലാനിലയം ഗോപാലകൃഷ്ണൻ, വെള്ളിനഴി അച്യുതൻകുട്ടി എന്നീ രണ്ട് വ്യക്തികളാണ്. കലാനിലയം ഗോപാലകൃഷ്ണൻ നിരവധി കാലം ചെണ്ട അഭ്യസിച്ച് അത് കലാനിലയം അപ്പുവാശാൻ്റെ കീഴിൽ, കലാനിലയം കുഞ്ചുണിയേട്ടൻ്റെ കീഴിൽ, ബലരാമാശാൻ്റെ കീഴിൽ, ഇങ്ങനെ നിരവധി ആചാര്യന്മാരുടെ കീഴിൽ വിദഗ്ധമായ പരിശീലനം നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ കഥകളി കൊട്ടിൻ്റെ എല്ലാ വശങ്ങളും അദ്ദേഹത്തിന് അറിയാം. എന്ന പോലെ തന്നെ തായമ്പക തുടങ്ങിയ ഇതര മേഖലകളും അദ്ദേഹത്തിന് വശമാണ്. നിരവധി കാലം നാട്ടിൽ പല ആചാര്യന്മാർക്കൊപ്പവും കഥകളിക്ക് പങ്കെടുത്തിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹം തൻ്റെ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കുറച്ചു കാലം അദ്ദേഹം വിദേശവാസവും ഉണ്ടായിട്ടുണ്ട് വിദേശത്ത്. അതുകൊണ്ട് തന്നെ നിരവധി അരങ്ങുകളിൽ കഥകളി പരിപാടികൾ അവതരിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ നിരവധി വിദേശവാസികളെ ചെണ്ട അഭ്യസിപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിൽ പഠിക്കാൻ അവർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് അദ്ദേഹം വീണ്ടും നാട്ടിലെത്തി ഇപ്പോൾ തൻ്റെ സ്വദേശത്ത് തന്നെ നിരവധി കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതുമുണ്ട്. സ്വതസിദ്ധമായ ശൈലിയിൽ തൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ താൻ അനുഭവിച്ച അനുഭവങ്ങൾ വളരെ സ്വതന്ത്രമായി അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അതിൽ യാതൊരു കളങ്കവുമില്ലാതെ തന്നെ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹം അത് എല്ലാ അനുഭവങ്ങളും തുറന്ന് വളരെ ആത്മാർത്ഥതയോടെ, ഒരുപക്ഷെ അതിലേറെ ആവേശത്തോടെ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ നന്നായി സംസാരിക്കുന്ന ഈ ഗോപാലകൃഷ്ണൻ്റെ അനുഭവങ്ങൾ നമുക്ക് വളരെ പുതുമയുള്ളതാണ് എന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. എങ്ങനെയായാലും നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉത്തരങ്ങൾ കേൾക്കാം. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് കഥകളി മേഖലയിൽ അല്ലെങ്കിൽ കലാമേഖലയിൽ ഏവർക്കും സുപരിചിതനായ വെള്ളിനഴി അച്യുതൻകുട്ടി എന്ന വ്യക്തിയാണ്. വെള്ളിനഴി അച്യുതൻകുട്ടി എന്ന പേര് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അദ്ദേഹം ഒരു അന്തർമുഖനാണോ എന്ന് തോന്നാം. അതിൻ്റെ ഒരു കാഴ്ചപ്പാട് മാത്രമാണ് കേട്ടോ, അതെല്ലാവർക്കും അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ അദ്ദേഹം കഥകളിക്ക് വേണ്ടിയിട്ടുള്ള നന്മ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അത് ഏത് തരത്തിൽ അതിനെ പുകഴ്ത്തിയാലും മതിയാവാത്തതാണ്. കഥകളിയുടെ കൈപ്പുസ്തകം എന്ന് ഒരു കഥകളിയുടെ ആധികാരികമായ എല്ലാ രേഖകളും ഉൾപ്പെടുന്ന ഒരു പുസ്തകം, കയ്യിലൊതുങ്ങാത്ത പുസ്തകമാണ് ശരിക്കും പറഞ്ഞാൽ. അതിലില്ലാത്ത വിവരങ്ങളില്ല. ഒരു കഥകളിയെ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും, ഒരുപക്ഷെ പൂർവികന്മാരുടെ മുൻപ് ഉള്ളവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിവരങ്ങൾ, അത് ആധുനിക കലാകാരന്മാരുടെ എല്ലാ വിവരങ്ങളും എന്ന പോലെ തന്നെ കഥകളി സംബന്ധമായ ചിട്ടകളും വട്ടങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളത്. അതിൻ്റെ പദങ്ങളുടെ സവിശേഷത, ശ്ലോകങ്ങളുടെ സവിശേഷത, അരങ്ങിൽ അവതരിപ്പിക്കുന്നതിൻ്റെ സവിശേഷത, ഓരോ കലാകാരന്മാരുടെയും പ്രത്യേകമായ അവതരണ ശൈലികൾ ഉൾക്കൊള്ളുന്ന വിവരങ്ങൾ, ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ അദ്ദേഹം ആ കൈപ്പുസ്തകം എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന വലിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെ കഥകളിക്ക് വേണ്ടി അദ്ദേഹം ചിരകാലമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇങ്ങനെ ഒരുപക്ഷെ പുറത്തേക്ക് ധാരാളം പ്രകടിപ്പിക്കാത്തത് ഇത്തരം പ്രയത്നങ്ങളിൽ അദ്ദേഹം വ്യാപൃതനായതുകൊണ്ടായിരിക്കാം.
ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഗവേഷണ ബുദ്ധി ആണ് എപ്പോഴും അദ്ദേഹത്തിനുള്ളത്. എങ്ങനെയും കഥകളി നടത്തിപ്പിൽ, സംഘാടനത്തിൽ ഇതൊക്കെ അച്യുതൻകുട്ടിയുടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഞാൻ അദ്ദേഹത്തെയും ഈ രണ്ട് കലാകാരന്മാരെയും കൂടുതൽ വിശേഷിപ്പിക്കുന്നില്ല. ഇങ്ങനെയുള്ള രണ്ട് കലാകാരന്മാരെ ഈ വൈത്താരിയിലേക്ക് ലഭിച്ചത് എനിക്ക് സന്തോഷമുണ്ട്. അവരുടെ വിവരങ്ങൾ നമുക്ക് കണ്ട് കേട്ട് അറിയാം. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. കഥകളിയിലെ വാദ്യ സമന്വയമൊരുക്കുന്ന കലാകാരന്മാരെ പറ്റിയുള്ള വിവരശേഖരത്തിൻ്റെ ഭാഗമായി ശ്രീ കലാമണ്ഡലം ഉണ്ണികൃഷ്ണൻ അവർക്ക് ചെയ്യുന്ന ഈ ശ്ലാഘനീയമായ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ നമ്മൾ എത്തിയിരിക്കുന്നത്. 40ഓളം ആഘോഷ അനുഷ്ഠാന കലകൾ, ആചാരകലകളുള്ള ഉള്ളിയേഴി കലാഗ്രാമത്തിൽ ചെണ്ടവാദനത്തിന് ഒരു പ്രത്യേക പ്രസക്തിയുണ്ട്. കാരണം കഥകളി ഇതരമായുള്ള കലകളിൽ പലതിലും, ഉദാഹരണമായി പറഞ്ഞാൽ അയ്യപ്പമുളക്ക്, പാമ്പും തുള്ളൽ തുടങ്ങിയിട്ടുള്ള കലകളിലൊക്കെ ചെണ്ടവാദനം ഒരു അവിഭാജ്യ ഘടകമാണ്. വളരെ പുരാതനമായ പാനയുടെ അനുഷ്ഠാനത്തിൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള വെളിച്ചപ്പാടുമാര നൃത്തങ്ങൾ, തിരുവിഴ്ച തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അവിഭാജ്യമായ ഒരു ഘടകമായ ചെണ്ട ഈ കലാഗ്രാമത്തിൽ ചരിത്രം എടുക്കുകയാണെങ്കിൽ നമ്മൾ ക്ഷേത്രകലകളായി ബന്ധപ്പെട്ട കുടുംബങ്ങൾ, സമുദായക്കാർ ചെയ്യുന്ന കല ക്ഷേത്രമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അതിനപ്പുറമുള്ള കലകളുടെ ഭാഗവാക്കാവുന്ന ചെണ്ട കലാകാരന്മാർ, അങ്ങനെ ഒരു പരമ്പര തന്നെ കലാഗ്രാമത്തിലുണ്ട്. എടുത്തു പറയത്തക്ക ഒരു കുടുംബമാണ് കുറുവട്ടൂർ കളരിക്കൽ കുടുംബം. കലാരസികരായ കുഞ്ഞിരാമ പണിക്കർ തുടങ്ങിയിട്ടുള്ള വ്യക്തികൾ പല വിധത്തിലുള്ള കലകളുടെ ഭാഗമാക്കി ഈ ചെണ്ടയെ ഉയർത്തിയെടുത്തതിൽ ആദ്യകാലത്തെ തൽപരരാണ്. അവർ ചെണ്ട, തായമ്പക, കഥകളി, സംഗീത നാടകം, തോൽപ്പാവക്കൂത്ത്, ജ്യോതിഷം തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ശിഷ്യ പ്രശിഷ്യരെ വാർത്തെടുക്കുകയും ആസ്വാദകരെ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. നമ്മൾ ക്ഷേത്ര വാദ്യഘടനയും അതിൻ്റെ അനുഷ്ഠാനങ്ങളുമായി കൂട്ടിച്ചേർക്കാതെയുള്ള ഒരു സമൂഹത്തിൽ ഇതര കലകളിലൊക്കെ പങ്കെടുക്കുന്ന പാരമ്പര്യം എടുത്തു പറയത്തക്ക ഒരു കുടുംബമാണ് പാക്കാട്ടിൽ കുടുംബം. എൻ്റെ കണക്ക് ശരിയാണെങ്കിൽ ഏറ്റവും അധികം ചെണ്ടവാദന കലാകാരന്മാർ വിവിധ വിഷയങ്ങളായിട്ട് ഉള്ള കുടുംബം പാക്കാട്ടിലാണ്. ആ കുടുംബത്തിലത്തെ ഒരു അംഗമായ ഇന്ന് നമ്മളിവിടെ ഇവിടെ സന്നിഹിതനായിട്ടുള്ള ശ്രീ കലാതിലകം ഗോപാലകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ കഥകളി ഇതരമായ പ്രവൃത്തി, ഞാൻ ഉദ്ദേശിക്കുന്ന കഥകളി കലാകാരനായി അദ്ദേഹം അറിയപ്പെടുന്നു. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം. അതിലപ്പുറം കഥകളിയിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ, അതായത് അനവദ്യവാദ്യമായ ചെണ്ട, ചർമ്മം വലിച്ചു കെട്ടി അതിൽ കൊട്ടിയിട്ടുണ്ടാക്കുന്ന ഈ ശബ്ദത്തെ ആലിംഗനവാദ്യമാക്കുന്നൊരവസ്ഥയുണ്ട്. അതായത് ഭാവപ്രകടനത്തിന് ഉതകുന്ന കഥകളി പോലുള്ള കലകളിലേക്ക് ആവാഹിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പരിചയം ഇത്തരത്തിലുള്ള കലകളിലൂടെ ഇതര കലാകാരന്മാർക്ക് അന്യമായിരിക്കാവുന്ന ഒരു പ്രവൃത്തി വിശേഷത്തിൻ്റെ പാരമ്പര്യം. ഞാൻ ഉദ്ദേശിച്ചത്, ഉദാഹരണം പറഞ്ഞാൽ താളഘടനയിലുണ്ടാവുന്ന വ്യത്യാസങ്ങളെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം കഥകളിയിലോ അല്ലെങ്കിൽ തായമ്പകയിലോ ഉപയോഗിക്കാത്ത താളങ്ങൾ, ഉദാഹരണം പറഞ്ഞാൽ തിരുവിഴിച്ചിൽ, പിന്നെ വെളിച്ചപ്പാടുമാർ നൃത്തം, ഇങ്ങനെയുള്ള ഈ ഒരു ശബ്ദം
നാദമാക്കിയെടുക്കുകയും അത് നൃത്തത്തിന് അനുയോജ്യമാക്കി എടുക്കുകയും ചെയ്ത ഒരു പൂർവ്വ പരിചയം ശ്രീ ഗോപാലകൃഷ്ണനെ വ്യത്യസ്തനാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് അദ്ദേഹത്തിനെ ഹൃദയം തുറന്ന് സംസാരിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഞാൻ നമസ്കാരം സ്വീകരിക്കുന്നു. എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ള ചോദ്യം, ഇത്തരത്തിലുള്ള പരിചയം ഇതര കലകളിലുള്ള താളഘടനയും നൃത്തത്തിലേക്ക് സന്നിവേശിപ്പിക്കുന്ന വ്യത്യസ്തമായ നാടൻ താളങ്ങളും ഒക്കെയുള്ളൊരു അവസ്ഥ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ അനുഭവങ്ങൾ, അത് എങ്ങനെ പിന്നീടുള്ള കഥകളി പരിചയത്തിലേക്ക് ഉപകാരമായി എന്നാണ് ചോദിക്കുന്നത്. ഈ ദാമോദരൻ എൻ്റെ ആദ്യ ഗുരുനാഥനായിട്ടുള്ള ദാമോദരൻ നരാശൻ വെള്ളി ഹൈസ്കൂളിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽക്ക് അദ്ദേഹമാണ് എന്നെ തക്കിട്ട തരികിട തായമ്പക പകുതി വരേക്കും എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ പകുതി വരേക്കല്ല, പിന്നെ കുറച്ച് ബാലപാഠങ്ങൾ ആദ്യത്തെ അടിസ്ഥാന തായമ്പയുടെ 2-3 എണ്ണങ്ങൾ അവിടുന്ന് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. ഒരു പീരീഡ് സമയമേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ഇവിടെ കുഞ്ഞിരാം പണിക്കർ ഗുരുനാഥൻ്റെ ശിഷ്യനും കൂടിയായിരുന്നു കലാമണ്ഡലം ദാമോദരൻ നരാശൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് കുറേ അയ്യപ്പമുളക്കിൻ്റെ കൂടെ കൊട്ടിപ്പരിചയം, പിന്നെ നാണുനാരാശാൻ്റെ പന്തൊഴിയാൻ നാണുനാരാശൻ മഹാകേവനായിരുന്നു, മഹാഭയങ്കരമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിച്ചിൽ ഈ പാമ്പൻ നുള്ളോടനുബന്ധിച്ച്. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇവിടെ കുറേ തുള്ളലുകളിൽ ആശാൻ്റെ പന്തൊഴിച്ചിലുണ്ടാവാറുണ്ട്. പിന്നെ ആശാൻ്റെ ശിഷ്യനായിട്ടുള്ള എൻ്റെ വലിയച്ഛനായിട്ടുള്ള ഒരു കൃഷ്ണൻകുട്ടി തരകൻ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്, നാണുവച്ചൻ്റെ ശിഷ്യനാണ്. അപ്പോൾ അദ്ദേഹം കൂടി ആയിരുന്നു പന്തൊഴിഞ്ഞിരുന്നത്. അപ്പോൾ അന്ന് ഇവിടെ ഓപ്പത്ത്, അപ്പോൾ പിന്നെ കുഞ്ഞിരാം പണിക്കര ഗുരുനാഥനും ദാമോദരൻ നരാശനും കൂടെ എന്നെയും പിടിച്ചു നിർത്തും. ഞാൻ കഥകളിക്കൂട്ടി പഠിച്ചാണല്ലോ. അപ്പോൾ ഈ പന്തൊഴിച്ചിന് മുഴുവൻ ചെമ്പട ചെമ്പ അടമ്പ താളങ്ങളിലാണ്. അപ്പോൾ അത് വൃത്തിയായിട്ട് പിന്നെ ഒരു കാലം ആദ്യം ചവിട്ടും, അത് കഴിഞ്ഞ് ഒരു റൗണ്ട് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അടുത്ത കാലത്തിലേക്ക് പോവും. അടുത്ത 2ാം കാലം എന്നുള്ള നിലയ്ക്കല്ല, ഒന്ന് കാലം കയറ്റി. അങ്ങനെ കാലം കയറ്റി ഈ പാമ്പും കളമില്ലേ, ഈ കളത്തിനെ വലം വെച്ച് സെൻറ്ററിൽ വരുമ്പോൾ ആ താളം അവസാനിച്ച് പിന്നെ വീണ്ടും ചതുരശ്രത്തിലേക്ക് ചെമ്പട താളത്തിലേക്ക് ഏകതാളത്തിലേക്ക് വരും. അങ്ങനെ ഓരോ പഞ്ചാരി ഉണ്ട്, അതിൽ പഞ്ചാരി താളമുണ്ട്. അതും കാലം മുറുകിയിട്ട് ഈ പിന്നെ മുൻഭാഗത്തെത്തുമ്പോൾ അത് വീണ്ടും ഏകതാളത്തിലേക്ക് മാറി. ഇതായിരുന്നു എൻ്റെ സിസ്റ്റം. അപ്പോൾ അത് കൊട്ടാനുള്ള ഭാഗ്യം നാണുവച്ചൻ്റെ എനിക്കുണ്ടായിട്ടുണ്ട്. അന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം 2ാം കൊല്ലം കോഴ്സ് കഴിഞ്ഞ് 2ാം കൊല്ലം അരങ്ങേറ്റം കഴിഞ്ഞ് ഉള്ള കാലമാണ്. അപ്പോൾ ദാമോദരൻ നരാശൻ എന്നെ കൂട്ടിക്കാൻ ഭയങ്കര ഉത്സാഹം. അദ്ദേഹത്തിൻ്റെ ശിഷ്യനും കൂടിയാണല്ലോ ഞാൻ. അങ്ങനെ കുറേ എന്നെ കൂട്ടിച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പമുളക്ക്, അതും ഇവിടെ മണപ്പുള്ളി അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് രാധാകൃഷ്ണൻ്റെ കിഴുപ്പാടത്ത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെണ്ടക്കാരുണ്ടായിരുന്നു ഇവിടെ. അദ്ദേഹമാണ് എന്നെ മേളം ആദ്യം പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് അയ്യപ്പമുളക്കിന് കൊട്ടാൻ പോയിട്ടുണ്ട്. ദാമോദരൻ നരാശൻ്റെ കൂടെ കുറേ പോയിട്ടുണ്ട്. അയ്യപ്പമുളക്കിൻ്റെ നൃത്തങ്ങളും ഇതും അദ്ദേഹത്തിൽ നിന്ന് വശമാക്കി കുറേ അയ്യപ്പമുളക്കിന് കൊട്ടാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്. പിന്നെ ഗുരുനാഥൻ്റെ അടുത്ത് ഗുരുനാഥൻ്റെ അടുത്ത് പോയിരുന്ന് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഉപദേശങ്ങളും ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഈ പാക്കാട്ടിൽ കുടുംബത്തിനെ പറ്റി ഞാൻ പറഞ്ഞു. ഏറ്റവും അധികം ചെണ്ടവാദകരുള്ള ഒരു കുടുംബം. ഇന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് അരങ്ങേറ്റം കഴിഞ്ഞ ഗോപാലകൃഷ്ണ ശിഷ്യർ മുതൽക്ക് കലാമണ്ഡലം നന്ദകുമാരൻ, പിന്നെ ഒരു സ്ഥാപനത്തിൽ ഞാനിവിടെ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പൽ പദവി വരെ എത്തിയ ഒരു കുടുംബം. അപ്പോൾ ആ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷം എങ്ങനെയാണ് ചെണ്ടയിലേക്ക് പോകാനുള്ളൊരു കാരണം അത് ആയിരിക്കും? ഞങ്ങൾ 40 കുടുംബങ്ങൾ ഉള്ളൊരു തറവാട്ടാണ്. കർഷക കുടുംബമാണ്. കർഷക കുടുംബത്തിൽ ഇവർ രണ്ട് സഹോദരന്മാരുടെ മക്കളാണത് മുഴുവൻ.
അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനാണ് കുഞ്ചുണ്ണിയാശാൻ. അപ്പോൾ എൻ്റെ അച്ഛൻ ആ പാരമ്പര്യത്തിൽ ആർക്കും ഈ പാരമ്പര്യമില്ല, അച്ഛൻ്റെ പാരമ്പര്യങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനായുള്ള കുഞ്ചുണ്ണിയാശാൻ ആണ് ആദ്യത്തെ ആൾ. കുട്ടനാശാൻ, കുട്ടനാശാൻ ശരി ഞങ്ങളുടെ കുടുംബത്തിൽ പെട്ടതല്ല. ഇവിടെ കുട്ടനാശാൻ, കുഞ്ചുണ്ണിയാശാൻ, അത് കഴിഞ്ഞ് കലാനിലയം രാജൻ, പിന്നെ ഇപ്പോൾ പഠിച്ചിറങ്ങി കലാമണ്ഡലത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞിറങ്ങിയുള്ള ശ്രീകാന്ത്, രാജൻ്റെ അനിയൻ്റെ മകനാണ് അവൻ. അത് കഴിഞ്ഞ് നന്ദു ആ കുടുംബത്തിലുള്ളത്, അതിലുള്ളത് കലാമണ്ഡലം നന്ദകുമാർ. അത് കഴിഞ്ഞ് ഈ കുടുംബത്തിൽ എനിക്ക് ഇവിടെ യാതൊരു പാരമ്പര്യവും ഇതിനില്ല. എനിക്ക് ഇത് കണ്ടും കേട്ടും വക്കാലക്കാവിൽ കഥകളി ഉണ്ടെങ്കിൽ നാണുവശൻ്റെ വേഷം ഉണ്ടാവും, അല്ലെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ പിന്നെ കഥകളി അന്ന് നടന്ന ഗംഭീര കഥകളിയായിരുന്നു. അപ്പോൾ ആ കഥകളുടെ കടല വെക്കാൻ പോകും ഞാൻ. കടല അണ്ടി പെറുക്കി കടല വാങ്ങി അത് വെക്കാൻ പോകും. ഇവിടുന്ന് ഒന്നുമില്ല, ഇവിടെ ചാമകഞ്ഞിയോ എന്നൊക്കെ തന്നെ ഉള്ളൂ. വലിയ തറവാട പറഞ്ഞിട്ട് കാര്യമില്ല. അനവധി ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ പോയി ഈ കഥകളി കണ്ടിട്ട് എപ്പോഴും പോയി കാണും. കളി എവിടെ ഉണ്ടെങ്കിലും പോയിട്ട് പോയി ഒളിഞ്ഞ് നോക്കിയിരുന്ന് കാണും. പിന്നെ അന്ന് ഈ വലിയ ഭൂതം ചെറിയ ഭൂതം തന്നെ അറിയുള്ളൂ നമുക്ക്, വേറെ ഒന്നും അറിയില്ല. പക്ഷെ അതിൽ കൊട്ട് ഭയങ്കരമായി ഞാൻ അതിൽ ആകർഷണമായിരുന്നു. എന്താണ് എങ്ങനെ പഠിക്കുക എന്താണെന്നൊന്നും അറിയില്ല. അങ്ങനെ എൻ്റെ 10 വയസ്സിൽ അച്ഛൻ മരിച്ചു. 10 വയസ്സിൽ അച്ഛൻ മരിച്ചു നോക്കുമ്പോൾ അമ്മയും 2 സഹോദരിമാരും ഞങ്ങൾ അനാഥരായ മട്ടായി. കുടുംബത്തിലുള്ള അന്നത്തെ പ്രശ്നങ്ങൾ കാരണം കൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടത്തിലായി. അന്ന് ഈ പാട്ടം അളക്കുന്ന കാലമാണ്. കൃഷി നെല്ലൊക്കെ ഉണ്ട്, നെല്ല് ഇഷ്ടംപോലെ നെല്ലുണ്ടാവും, മുതിര, പിന്നെ എള്ള് എല്ലാം ഉണ്ടാവും. പക്ഷെ അതൊക്കെയും മനക്കിലേക്ക് പാട്ടം കൊടുക്കണം. പിന്നെ വിതയ്ക്കുന്ന മോഡേൺ പോലുള്ള ഇടവള, അതിലാണ് ഈ മുതിര, എള്ള് ഇതൊക്കെ പെടുക. ഇത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. 10-22 ആൾക്കാർ കുടുംബത്തിലിട്ട് താനും എങ്ങനെ ചിലവ് കഴിയും? അപ്പോൾ ഈ നെല്ല് പിന്നെ കറ്റ തല്ലിയിട്ട് നെല്ലൊരു കൊണ്ടുപോകും, ബാക്കി കിട്ടുന്ന വൈക്കോ നെല്ല് തന്നെ പറയുക ഞങ്ങൾ. ഈ നെല്ല് കുത്തിച്ചാണ് അന്ന് ഞങ്ങളുടെ വീട്ടിൽ കഞ്ഞി കുടിച്ചിരുന്നത്. തറവാട്ടിൽ കുറേ കുടുംബങ്ങളുണ്ട് താനും. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് അച്ഛൻ 10 വയസ്സിൽ അച്ഛൻ മരിക്കുകയാണ്. അച്ഛന് ലിവർ പ്രശ്നമായിരുന്നു, മഞ്ഞപ്പിത്തം. അച്ഛൻ മരിച്ചു നോക്കിയപ്പോൾ അമ്മയും 2 കുഞ്ഞുങ്ങൾ, 3 കുട്ടികൾ ഉള്ളൂ. എനിക്ക് 10 വയസ്സ്, അതിൽ താഴെ 2 പെൺകുട്ടികൾ. കുറേ കഴിഞ്ഞ് അപ്പോൾ അച്ഛൻ മരിക്കുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 5ൽ ഞാൻ ദാമോദരൻ നരാശൻ അവിടുത്തെ അധ്യാപകനാണ്, ചെണ്ട അധ്യാപകനാണ്. അങ്ങനെ C ക്ലാസ്സിൽ കഥകളി ഒരു പീരീഡ് ഉണ്ട്. അപ്പോൾ ചെണ്ടയോട് താല്പര്യമുണ്ട്. അങ്ങനെ അതിൽ ചേരുകയാണ്. അങ്ങനെ എന്നെ അച്ഛൻ്റെ ഇഷ്ടപ്രകാരം അച്ഛൻ കുഞ്ചുണ്ണിയാശനെ കണ്ടിട്ടുണ്ട്. വെള്ളി ഹൈസ്കൂളിൽ. അപ്പോൾ അച്ഛന് ഈ ചെണ്ടയോട് ഭയങ്കര ഇഷ്ടമാണ്. ദാമോദരൻ നരാശൻ കൂട്ടിന് കാണും, അതേപോലെ കുഞ്ഞിരാമണിക്ക് ഗുരുനാഥൻ അദ്ദേഹം കൂട്ടിന് കാണും. ഇതൊക്കെ കണ്ട് അച്ഛൻ ഇതിന് ഭയങ്കര ആകർഷണമാണ്. അച്ഛൻ എന്നെ കഥകളി ചെണ്ട പഠിക്കണം, കഥകളി ചേരാൻ നീ ചെണ്ട പഠിക്കണം എന്ന് പറയുകയും അങ്ങനെ ദാമോദരൻ നരാശൻ്റെ ആശാനോട് അച്ഛൻ തീയെ പോവുക, എൻ്റെ പഠിക്കുക കൂടെ പോവുക, ആശാനോട് പറഞ്ഞു ഏൽപ്പിക്കുകയും പിന്നെ എൻ്റെ അച്ഛൻ്റെ അനുജൻ ഒരു ദാമോദരൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്, അദ്ദേഹത്തിന് ഇതിന് ഭയങ്കര അപ്പോൾ അദ്ദേഹവും ദാമോദരൻ നരാശനെ കണ്ട് സംസാരിക്കുകയും അച്ഛൻ അവിടെ എന്നെ പഠിക്കാൻ ചേർക്കുകയാണ്. അങ്ങനെ ഞാൻ ആദ്യ ബാലപാഠങ്ങൾ ഗണപതി കൈ തക്കിട്ട തരികിട, വലം തക്കിട്ട ഇടം തക്കിട്ട പറഞ്ഞ് അദ്ദേഹം പഠിപ്പിക്കും. അത് കഴിഞ്ഞ് തായമ്പക ഇവിടെ നഗനടിക്ക മുതൽക്കുള്ള കുറച്ച് ഇതുകൾ, ഒരു 2-3 എണ്ണങ്ങളും. അപ്പോഴേക്ക് സമയം കഴിഞ്ഞു. അപ്പോഴേക്ക് 8ാം ക്ലാസ്സായി. 9ലേക്ക് ജയിച്ചു. അച്ഛൻ മരിച്ചു കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ 9ലേക്ക് ജയിച്ച ഉടനെ അതിൻ്റെ മുന്നേ കുഞ്ചുണ്ണിയാശാനെ പോയിട്ട് എൻ്റെ ദാമോദരൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ അച്ഛനനിയൻ, അദ്ദേഹം കുഞ്ചുണ്ണിയാശനെ പോയി. അന്നാണ് ആദ്യമായിട്ട് കുഞ്ചുണ്ണിയാശനെ ഞാൻ കാണുന്നത് തന്നെ. അതിൻ്റെ മുമ്പ് അറിയില്ല. ഈ വക്കാലക്കാവിൽ കൊട്ടുന്നത് കാണാമെന്നല്ലാണ്ട് ബന്ധം അത്ര കണക്ഷനില്ല. അങ്ങനെ കുഞ്ചുണ്ണിയാശനെ പോയി കാണലും. അദ്ദേഹം എല്ലാ ശനിയും ഞായറും അദ്ദേഹം വീട്ടിലെത്തും. എന്നിട്ട് ഈ ഇവിടെ ഒരു മലയുണ്ട്, ആ മലയുടെ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. ഈ മല കയറി മറിഞ്ഞ് എൻ്റെ വീട്ടിൽ വന്ന് ഒന്നും കൊടുക്കാനില്ല, ഒരു കൊടുക്കാനുള്ള എന്താ ശർക്കര ഇട്ടുള്ള കട്ടൻ കാപ്പി ഇതേ കൊടുക്കുള്ളൂ.
കൊടുക്കാനുള്ളൂ. ഇവിടെ വന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. അച്ഛനില്ലാത്ത കുട്ടിയാണെന്നൊരു പരിഗണന ഉണ്ട് കേട്ടോ, അതുകൂടി ഉണ്ട് അതിന് മുന്നിൽ. അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് വന്ന് എന്നെ പഠിപ്പിക്കുകയാണ്. പഠിപ്പിച്ച് തായമ്പക മുക്കാലും പഠിപ്പിച്ചു, ബാലപാഠങ്ങളെല്ലാം. അങ്ങനെയാണ് കലാനിലയത്തിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞ് അദ്ദേഹം ആ വേക്കൻസിക്ക് വേണ്ടി എൻ്റെ അച്ഛനെ കാണുകയാണ്, ദാമോദരൻ. അപ്പോൾ അദ്ദേഹം എന്നെ കൊണ്ട് ചേർക്കാം എന്നുള്ള ഒരു വാക്ക് പറയണം. അങ്ങനെ അവിടെ കൊണ്ട് ചേർക്കുമ്പോൾ ഞാൻ ഇവിടെ 9ാം ക്ലാസ്സിലേക്ക് ജയിച്ച് ഫസ്റ്റ് എക്സാമിനേഷന് ഓണത്തിൻ്റെ അതായിട്ടില്ല, എഴുതിയില്ല. അതിൻ്റെ മുമ്പ് എന്നെ കലാനിലയത്തിൽ കൊണ്ട് ചേർത്തി. അപ്പോൾ തായമ്പക മുക്കാലും പഠിച്ചിരിക്കണം. ഇത് കാരണം കൊണ്ട് 2 വർഷം കാത്തിരിക്കേണ്ട കാര്യമില്ല. പിന്നെ കഥകളിക്കോട്ട് അവിടെ അത്ര തായമ്പക അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. അത് തായമ്പക ഒരു കൂറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കൂടുതൽ പഠിപ്പിക്കലൊന്നുമില്ല. പിന്നെ കഥകളിക്കാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. അപ്പോൾ മരാശൻ അങ്ങനെയാണ് നിർബന്ധമുണ്ട്. അങ്ങനെ അവിടുന്ന് തുടരുകയാണ് എൻ്റെ പഠനം. ഇപ്പോൾ ഈ അഭ്യസനം നമ്മൾക്കിനി തുടരണം. അതിൻ്റെ മുമ്പ് എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രത്യേക കാര്യം, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി അനാദ്യാണെന്നൊക്കെ പറഞ്ഞ് ചർമ്മത്തിൽ നമ്മൾ മർദ്ദനം ചെയ്യുമ്പോൾ ഉണ്ടാവണമുള്ള ചെണ്ടയിലെന്ന ശബ്ദ വ്യത്യാസങ്ങൾ വരുത്തുന്ന സ്ഥാനം നോക്കിയിട്ടും പല കാര്യം. ഈ ചെണ്ട എങ്ങനെ മർദ്ദിക്കുന്നു എന്നുള്ള പ്രാധാന്യമല്ലേ ഇപ്പം ഇതിന്? അതെ. അപ്പം അതിൻ്റെ പ്രധാന ഭാഗം കോലാണ്. അതെ. അപ്പോൾ ഈ സാധാരണ നമ്മളിപ്പോൾ എല്ലാ കലാകാരന്മാർക്കും കോലിൻ്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും അറിഞ്ഞുകൊള്ളുന്നില്ല. അപ്പോൾ ഗോപാലനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് എല്ലാവിധ ചെണ്ടയുടെ കോലുകളും അതിൻ്റെ നാദങ്ങളും ഒക്കെ മനസ്സിലാക്കി ഒരു കാലത്ത് അവർക്ക് സപ്ലൈ ചെയ്യും കൂടി ചെയ്തു. അപ്പോൾ ഈ കോലിൻ്റെ ഒരു പ്രത്യേകത, എങ്ങനെ ഈ നാദം ഉണ്ടാക്കാൻ, ഇപ്പോൾ കല്ലൻമുളയ്ക്കാണ് ഏറ്റവും നല്ല നാദം എന്ന് ഒരു പ്രാവശ്യം വാസട്ടൻ പറയണ്ട. അതിൻ്റെ പിന്നെ ഈ കോല് ഉണ്ടാക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ട്, അതുകൂടി പറയാം അല്ലേ? അതുകൂടി പറയണം. ആയിക്കോട്ടെ. ഇവിടെ പട്ടിണി കടന്ന് കോഴ്സ് കഴിഞ്ഞ് വന്നു, പട്ടിണി കടന്ന് വലഞ്ഞിരിക്കുകയാണ്, ഒരു ഗതിയില്ല. അങ്ങനെ ആദ്യൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞ് കൊടുങ്ങല്ലൂർ ക്ലബ്ബിൽ വെച്ച് ഒരു ചിലപ്പതികാരം ചിട്ടപ്പെടുത്തി നടത്തി കഴിഞ്ഞു. ചിട്ടപ്പെടുത്തി അത് അവിടെ വെച്ച് അരങ്ങേറ്റം ഉണ്ടായത്. അരങ്ങേറ്റം അത് ഓർക്കുന്നില്ല ഞാൻ എന്തായാലും. അതായത് അത് നടക്കുമ്പോൾ നമ്മുടെ വിജയകൃഷ്ണേട്ടനാണ് അന്ന് ചെണ്ടയ്ക്ക്. വിജയകൃഷ്ണേട്ടനും ഞാനുമാണ്, കലാമണ്ഡലം വിജയകൃഷ്ണേട്ടൻ. അന്ന് അവിടുന്ന് ആദ്യമായി 20 രൂപ കിട്ടുകയാണ്. ആ 20 രൂപയ്ക്കാണ് എൻ്റെ വീടിൻ്റെ ആദ്യത്തെ വാതിൽ വെച്ചിരിക്കുന്നത്. അവിടുന്ന് തുടങ്ങിയതാണ് എൻ്റെ ജീവിതം. നരകമല്ലാണ്ട് വേറൊന്നുമില്ല. എനിക്കതിന് മുമ്പ് എൻ്റെ പഠനകാലം പറയണമെന്ന് തോന്നുന്നു. എന്നാൽ മാത്രമാണ് അല്ല. അപ്പോൾ അങ്ങനെ പട്ടിണി കിടന്ന് വലിയാണ്. പരിപാടിയില്ല, പരിപാടിക്ക് പോയാൽ കാശില്ല. എല്ലാ സ്ഥലത്തും വഴിപാട് പരിപാടികളാണ് കൂടുതലും. പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ സേവ, എവിടെ നോക്കിയാലും സേവ. പിന്നെ ഓട്ടോറിക്ഷയിൽ മാത്രമേ ഞാൻ യാത്ര ചെയ്യൂ. അതെ, ഓട്ടോറിക്ഷയിൽ മാത്രമേ യാത്ര ചെയ്യുള്ളൂ. എന്താ കാരണം? ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്യാൻ കേവനായിട്ടല്ല, ഈ ബസ് കയറണമെങ്കിൽ മെയിൻ റോഡിൽ ചെല്ലണം. മെയിൻ റോഡിൽ അവിടേക്ക് എത്തപ്പെടുന്ന വഴികളിൽ എല്ലായിടത്തും എനിക്ക് കട. അപ്പോൾ അവിടെ ഇറങ്ങാൻ പറ്റില്ല, അവിടുന്ന് ബസ് കയറാൻ പറ്റില്ല. അങ്ങനെ ഇവിടെ നിന്ന് കുളക്കാട്, അടയ്ക്കാപുത്തൂർ, വെള്ളിയേഴ് റോഡ്, മാങ്ങോട്, ഈ 4 സ്ഥലത്തും എനിക്ക് പോകാൻ കഴിയില്ല. അപ്പോൾ ഓട്ടോറിക്ഷയിൽ സൈഡിലിരുന്നിട്ട് ഞാൻ 26 പോയി ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് ബസ്സിന് യാത്ര ചെയ്തിരുന്ന കാലം. അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് പിന്നെ ഇവിടെ ഒരു ശങ്കുണ്ണി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ആത്മസുഹൃത്തുണ്ട്. അവൻ തച്ചുശാസ്ത്ര നാടൻ ശൈലിയിൽ പഠിച്ചതും ആ പിന്നെ വീടിൻ്റെ നിർമ്മാണത്തിലും ഉള്ളൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി ഒരു ദിവസം ഒരു പുളിയുടെ കഷ്ണം കിട്ടി, ഒരു പുളിയുടെ കാതൽ. അപ്പോൾ ചെണ്ടക്കോലൊക്കെ ചുവന്ന കളർ അയാൾ കണ്ടിട്ടുള്ളൂ. അയാൾ ആ സാധനത്തെ വളച്ച് എൻ്റെ അടുത്ത് പിന്നെ ചെത്തി ഒഴിഞ്ഞ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. എടാ നീ ഇത് ഉണ്ടാക്കി ശീലിക്കേ എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ എനിക്ക് അത് കാട്ടി തന്നു. വേറൊരു കോലെടുത്ത് അതുപോലെ ചെത്തി പിന്നെ വെള്ളത്തിലിട്ട് തിളപ്പിച്ച്, നെല്ല് പുഴുങ്ങണം എന്നൊക്കെയാണ് പറയുക, വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് അത് വളച്ച് ജനലിൻ്റെ മുകളിൽ വന്ന് ഒരു പിന്നെ നമ്മുടെ വള പോലുള്ള വളയില്ലേ, പണ്ടത്തെ പെരക്കുള്ള വളയില്ലേ, വള പോലുള്ള ജനൽ ഇതുകളാണ്, കമ്പിയല്ല. അതിൽ വളയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. അതിൽ വളച്ചെനിക്ക് കാട്ടി തന്നു. അതിൻ്റെ ഒരു ഫസ്റ്റ് പ്രചോദനമായി.
പിന്നെ ഞാൻ ഇവിടെ കീഴത്തക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു നായർ തറവാറുണ്ട്. അവരുടെ വീട്ടിൽ ഇഷ്ടംപോലെ എനിക്ക് പതിമുഖം നിൽക്കുന്നുണ്ട്. ചപ്പങ്ങം. അത് അവിടുന്ന് വെട്ടിക്കൊല്ലാൻ തീരുമാനിച്ച് ഞാൻ പോയി വെട്ടി വന്ന് വീട്ടിലിരുന്നിട്ട് പിന്നെ വെട്ടുകത്തി വെച്ച് ചെത്തി ഒഴിഞ്ഞ് 10 കോല് ഒഴിഞ്ഞ് ശരിയാക്കിയാൽ 2 കോലേ കിട്ടൂ, ബാക്കിയൊക്കെ പൊട്ടും. അങ്ങനെയായി പിന്നെ മുളയായി. അങ്ങനെ ചെമ്പരത്തി കോല് കൊടുത്തു. പിന്നെ ഇത് മറ്റു ചപ്പങ്ങ് കാശ് വളരെ ഇതല്ലേ, അപ്പോൾ അതിനെ സൂക്ഷിച്ച് വെച്ച് ചെമ്പരത്തിയുടെ കോലിനെ ഒഴിയാൻ നോക്കി. അത് കറക്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ശബ്ദസുഖം ചെമ്പരത്തി കോലിനുണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ചെമ്പരത്തി കോല് ഉണ്ടായിരുന്നു. ഞാൻ കുറേ കാലം കൊട്ടി നടന്ന ചെമ്പരത്തി കോലുണ്ട്. കാതലൊന്നും വേണ്ട, അതിൻ്റെ കൊമ്പ് മതി. അതിൻ്റെ ഉള്ളിൽ ചോറുണ്ടാവും, പക്ഷെ അത് ഒരിക്കലും പൊട്ടില്ല, ചതയുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് കുറേ കാലം കൊട്ടി നടന്നത്. ആ കോലുകൊണ്ട് കനം ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ആ കോലുകൊണ്ട് ഞാൻ കൊട്ടാൻ വേറൊരു കാരണമുണ്ട്. എന്നോട് കല്ലൂർ രാമകുട്ടിയേട്ടൻ ഒരിക്കൽ പറയേണ്ടായി, പുള്ളി സാധകത്തിൻ്റെ ഒരു ശൈലിയെക്കുറിച്ച് എനിക്ക് പറഞ്ഞു തരേണ്ടതുണ്ട്. അപ്പോൾ അന്ന് പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഗോപാലകൃഷ്ണ, കനമുള്ള കോലുകൊണ്ട് കൊട്ടിയാൽ, നല്ല കനമുള്ള കോലുകൊണ്ട് കൊട്ടിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് വലിയ അധ്വാനമില്ല, സാധകം ഉണ്ടായാൽ മതി, അത് പോയിക്കോളും, മൂത്ത ചെണ്ടയല്ലേ. കനമില്ലാത്ത കോലുകൊണ്ട് കൊട്ടിയിട്ട് കനം ഉണ്ടാക്കണം, അതാണ് ഒരു ചെണ്ടക്കാരൻ്റെ വിജയം എന്ന് പറഞ്ഞു. ഇത് എൻ്റെ മനസ്സിൽ വളരെയധികം. അപ്പോൾ കനമില്ലാത്ത കോലുകൊണ്ട് കൊട്ടി, അത് നടന്നില്ലേ എന്നൊക്കെ വേറെ വിഷയം, പക്ഷേ അതുകൊണ്ട് ആണ് ഞാൻ കുറേ കാലങ്ങൾ കൂട്ടിയിട്ടത്. അങ്ങനെ പതിമുഖത്തിൻ്റെ കോലിലേക്ക് വന്നു. ആ കോല് ഒഴിഞ്ഞ് നോക്കിയാൽ അത് തുള്ളും. അപ്പോൾ തല മാറ്റി ചെത്തുന്നൊരു സംഭവമുണ്ട് ഇതിൻ്റെ. ഈ മുരട് നമുക്കറിയില്ലല്ലോ, ഇത് കൊത്തി പൊളിക്കുമ്പോൾ ഏത് പുറത്ത് പൊളി വന്നോ അവിടേക്ക് നമ്മൾ ചെത്തും. പക്ഷെ അതല്ല ശരി. അങ്ങനെ തലമാറ്റി മുരട് ഭാഗം വന്നു കഴിഞ്ഞാൽ ഈ കോല് പിന്നെ തുള്ളും. കൈ കടന്ന് തുള്ളിക്കഴിഞ്ഞാൽ ഇത് ഈ കയ്യിൻ്റെ ഇവിടെയാണല്ലോ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥലം, ഇവിടെ വൈബ്രേഷൻ വരും. വൈബ്രേഷൻ വന്നാൽ അത് വാദം വരാൻ സാധ്യതയുണ്ട് എന്ന് ഒരു ഡോക്ടർ തന്നെ എനിക്ക് പറഞ്ഞു തരാണ്ടായി. അങ്ങനെ ദാവരത്തുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ കോല് മേടിച്ചിട്ട് തല മാറ്റാൻ പാടില്ല. അപ്പോൾ ഈ തല മാറ്റി ചെത്താൻ പഠിക്കണം. തല പിന്നെ ഇതൊക്കെ കഷ്ണമായിട്ട് കൊണ്ടുവന്നല്ലേ, നമുക്കിപ്പോൾ ഏത് തലാമുരടും നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആരിൻ്റെ വരവ് നോക്കണം. ഇപ്പോൾ ഇന്ന് കോലുണ്ടാക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ലെയ്ത്ത് കൊണ്ടുപോകും, അങ്ങോട്ട് പൊളിക്കും, അതിൽ കൊണ്ടേ പൊളിച്ച് അതിനെ അവരുടെ സൗകര്യം പോലെ ചെയ്യും. ആദ്യകാലത്ത് വേറൊരു സംഭവം ചെയ്തിരുന്നു. ഒരു മരക്കഷ്ണം ഉണ്ടെങ്കിൽ അതിനെ നടുക പൊളിക്കും, എന്നിട്ട് ഇങ്ങനെയും മുറിക്കും, എന്നിട്ട് 2 പുറം മുഴാക്കും. ഇത് ചെത്തുന്നവരും കൂടി പാപമാണത്രേ, ചെയ്യാൻ പാടില്ലെന്ന്. മറുപടി ഭാഗത്തിൽ ഗതി കൃത്യമായിട്ട് കൊത്തി പൊളിച്ചാൽ മാത്രമേ വരുള്ളൂ. കൊത്തിനി പൊളിക്കുമ്പോൾ ആ അരിൽ കൂടെ തന്നെ ബലം കിട്ടുള്ളൂ. അല്ല പിന്നെ ആ വരി ഇതില്ലേ, അതിൻ്റെ വരി കറക്റ്റായിരിക്കും, മുറിയില്ല. അപ്പോൾ അതിനെ ചെത്തി കറക്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഒരുവിധം ഈ വണ്ണത്തിൽ കായി കഴിഞ്ഞ ശേഷം നമ്മളതിനെ പിന്നെ അന്ന് ജനൽ സൗകര്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ജനൽ ഇതിനുണ്ടായിരുന്നു, കുപ്പിച്ചില്ല് ഉപയോഗിക്കും. ഈ ജനലിൽ തന്നെ വേറൊരു സാധനം ചെണ്ടക്കോലിൻ്റെ വളവ് നോക്കി വെച്ച് അതിലേക്ക് ഇതിനെ വളച്ച് കെട്ടി വെക്കും പോലെ. അതെ, അങ്ങനെ ഇതിനെ പണിയെടുത്തുകൊണ്ട് ഒരു ദിവസം നല്ല മഴക്കാല പണിയെടുത്തുകൊണ്ട് അന്ന് കോല് വിൽക്കാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എല്ലാ സ്ഥലത്തും ഈ ചുമന്ന കോലായിട്ട് കാണുന്നുണ്ട്. എന്താ അതിൻ്റെ രഹസ്യം എനിക്കറിയില്ല. ഒക്കെ ചപ്പങ്ങിൻ്റെ കളറെന്ന് പറഞ്ഞാൽ മഞ്ഞ കളറാണ്. ഈ ചുവപ്പ് എങ്ങനെ വരുന്നു? ആ രഹസ്യം ഒരാളെനിക്ക് പറഞ്ഞു തന്നു. ഇതിനെ മുളയെ ഇതുപോലെ ചെയ്തു നോക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പരീക്ഷണത്തിന് വേണ്ടി. ഞാൻ കല്ലൽ മുള കൊണ്ടുവന്ന് ആ മുളയെ ഒഴിഞ്ഞിട്ട് ചേറ്റിൽ കൊണ്ടിട്ടു, കുളത്തിൽ ചേറിലിടാൻ പറഞ്ഞു. അങ്ങനെ ഈ മുളയെ ചേറ്റിലിട്ട് നോക്കിക്കുമ്പോൾ ഭയങ്കര ബലവും നല്ല പവറും ഉള്ള കോലുകളാണ്. ആ ഒരു പരീക്ഷണം തന്നെ ഞാൻ ഈ ചപ്പങ്ങളും ചെയ്തു. അത് കറുത്ത കളറായിട്ട് ആ കോല് പിന്നെ ഞാൻ ചെത്തി ഒഴിഞ്ഞപ്പോൾ കറുത്ത കളറായിട്ട് വരികയാണ് ഉണ്ടായത്. അതും അവിടെ പിന്നെ എൻ്റെ കോല് ചുമന്ന കളറാക്കി ഞാൻ മാറ്റാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ പിന്നെ ചേറ്റിലിട്ട് നിർത്തി. അങ്ങനെയുള്ള സൗകര്യങ്ങളും ഇതും സമയവും ഇല്ലാത്ത കാരണം കൊണ്ട് ഈ കോലിനെ ഒരു ദിവസം, അപ്പോൾ ഞാൻ 2 മക്കളുണ്ടായിരുന്നു, എനിക്ക് 2 മൂത്ത മകളുണ്ടായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇരുന്ന് കളിക്കുന്നുണ്ട്, ഞാൻ കോല് ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഗുരുസ്ഥാനി അവളും കൂടിയാണെന്ന് പറയുകയാണ് ഈ കാര്യത്തിൽ. ഒഴിഞ്ഞിരിക്കുന്ന അവൾ ഈ കോല് എന്ത് ചെയ്തു, എടുത്ത് മഴയത്ത് കിട്ടും, പോയി കൊണ്ട് കഴുകി വടി പറഞ്ഞു. അപ്പോൾ തെങ്ങിൻ്റെ ചുവട്ടിൽ ഈ പാത്രം കഴുകുന്നൊരു സ്ഥലം
ഉണ്ട്. അപ്പോൾ അവിടെ കുറേ ചാരം സോപ്പൊക്കെ വെച്ചിട്ടുണ്ട്, തിരുമ്പണം സോപ്പില്ലേ, അലക്ക് സോപ്പ്, അതൊക്കെ വെച്ചിട്ടുണ്ട് പാത്രം കഴുകാൻ വേണ്ടിയിട്ട്. കുട്ടി അച്ഛനെ പേടിച്ചിട്ട് കുട്ടി സോപ്പ് വെച്ച് ഉരച്ച് അത് കഴുകണം. അത് കഴുകി നോക്കിയിട്ട് ആ കുട്ടി കോല് കൊടുന്ന് വെച്ചപ്പോൾ ആ ചുവന്ന കളറ്, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. വേഗം അപ്പം ഞാൻ അന്ന് കുറച്ച് മുറുക്കുന്ന കാലമാണ്, ഞാൻ മുറുക്കാൻ വേണ്ടി വെറ്റില തേച്ച് ഇരിക്കുക. അപ്പം എനിക്കൊരു സംശയം, ഈ സോപ്പിൽ അറിവുകളാണ്, സോപ്പിൽ ചുണ്ണാമ്പ് ചേരുന്നുണ്ട്. ചുണ്ണാമ്പായിരിക്കും ഇതിൻ്റെ ഇത് ചേർത്ത്. ഈ ചുണ്ണാമ്പ് വെച്ച ഈ വിരലുകൊണ്ട് ഒന്ന് ഈ ഒഴിഞ്ഞു വെച്ച കോല്, പണിയെല്ലാം കഴിഞ്ഞ് വെച്ച കോല, അതൊന്നാണ് തേച്ചപ്പോൾ അത് ചുവന്ന കളറായി മാറി. അപ്പം ഞാൻ ഇത് മൊത്തം തേച്ച് പിടിപ്പിച്ചു. തേച്ച് പിടിച്ചു പോകുമ്പോൾ പിന്നെ അത് ചോപ്പായി. പക്ഷേ അപ്പോൾ വേറൊരു പ്രശ്നം വരുന്നത് എന്താ വെച്ചാൽ, ഈ ചുണ്ണാമ്പ് മരത്തിന് ദോഷം ചെയ്യും ചുണ്ണാമ്പ്. അപ്പോൾ തന്നെ കഴിയാലും ശരി, ഇതിൻ്റെ നീരൊരു തുള്ളിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ മരം ദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഈ കുട്ടി തന്നെ അവിടെ ഇരുന്നും കൊണ്ട് 2 കോല് തമ്മിൽ ഇങ്ങനെ ഉരയ്ക്കാൻ തുടങ്ങി. ഈ രഹസ്യമൊക്കെ എനിക്ക് പുറത്തുവിടാൻ പോയി, അതാണ് ഉരയ്ക്കാൻ തുടങ്ങി. ഇത് ഉരച്ച് ആ കുട്ടി ആ കോലെടുത്ത്, ഞാൻ പിന്നെ ആ കോലെടുത്ത് നോക്കിക്കുന്ന സമയത്ത് എൻ്റെ മുഖം കാണാം അതുപോലെയാണോ, നല്ല മിനുസം. ആ സൂത്രം ഞാൻ പഠിച്ചു. ഞാൻ വേറൊരു കഷ്ണം അതിന് വേണ്ടി ഉണ്ടാക്കി, ഈ ഉരയ്ക്കാൻ വേണ്ടിയിട്ട്. കുപ്പിച്ചിലിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം എന്നിട്ട് ഉരച്ച് ആ മിനുസം വരുത്തി ആ കോലിനെ. അതെങ്ങനെ വരുത്തുക പറഞ്ഞില്ല, അത് വരുത്തി തന്നെ ഇവിടെ പറയില്ല. അല്ല, ഇവിടെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഉരച്ചുകൊണ്ട് തന്നെ, ഇത് ഉരച്ചുകൊണ്ട് തന്നെ അതിനെ മിനുസം വരുത്തി, എല്ലാ ഇതും കറക്റ്റ് അളവ്. പിന്നെ അതുമാത്രമല്ല, കോലിന് ചിലപ്പോൾ ചില പിന്നെ കാണാൻ ചില ചന്തം ഉണ്ടാവില്ല, പക്ഷെ കൊട്ടാൻ സുഖമായിരിക്കും. അത് കോലിൻ്റെ തൂക്കം അറിഞ്ഞ്, അത് ചെണ്ടക്കാരന് മാത്രമേ ഇത് പറ്റുള്ളൂ, അല്ലാതെ ഇപ്പം ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് പറ്റില്ല എന്നർത്ഥം. തൂക്കം പറഞ്ഞ നമ്മൾ കൊട്ടി നോക്കി, ശബ്ദശുദ്ധി നോക്കി, ശബ്ദം ഇപ്പം നഗാരം വരണമെങ്കിൽ നാന്നുള്ള അക്ഷരം തന്നെ വരണ കോലിൻ്റെ തലപ്പ് കൊള്ളണം. എല്ലാ കോലിൻ്റെ തലപ്പ് കൊണ്ടാലും ടൈം എന്നുള്ള സൗണ്ടേ കേൾക്കും. തുള്ളലുള്ള കോലോണ്ടാണ് കൊട്ടിയെങ്കിൽ ടൈം എന്ന സൗണ്ട് കേൾക്കും, നാമെന്ന് കേൾക്കില്ല. ഒറിജിനൽ നാമെന്ന് കേൾക്കില്ല, ശ്രുതി ചേരുന്ന എണ്ണ കേൾക്കില്ല. അത് കൊട്ടേണ്ട സ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ വിൽക്കണം എന്ന് പറയുന്ന അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് നടുവിൽ നിന്ന് കുറച്ച് വിട്ടിട്ടാണ് ഇന്ന് എല്ലാവരും നഗാരം കൊട്ടുന്നത്. അനവധി ആൾക്കാർ കൊട്ടുന്നത് ഞാൻ കാണുന്നുണ്ട്. അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം കൊട്ടുന്നത്. പക്ഷേ ഒറിജിനൽ സൗണ്ട് കേൾക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് തന്നെ കൊട്ടണം. ഇതിൻ്റെ മർമ്മം ശരിക്കും മനസ്സിലാക്കി കൊട്ടുന്ന അപൂർവം കുറച്ച് ആൾക്കാരുണ്ട്. ആ ആൾക്കാരിൽപ്പെട്ട ശങ്കരേട്ടനാണ് അതിൻ്റെ ശരിക്കുള്ള സ്ഥാനം എന്താണെന്ന് സൗരം വാസുവേട്ടൻ എന്താണ് അതിൻ്റെ സ്ഥാനം എന്ന് വ്യക്തമായിട്ട് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്നത്. ശരിക്കും നഗാരം എന്താണ്, ആ കോലിൻ്റെ ഈ ശുദ്ധിരതാണ്. ഇതിപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് ശരിക്കും അതൊരു അവരുടെ കൊട്ട് കേട്ടാൽ ഇതാണ് ശ്രുതി എന്ന് നമുക്ക് തോന്നുമാറ് ആ കൊട്ടുന്ന രീതിയാണ്, ആ സ്ഥലമാണ്. ഈ വിൽക്കണത്തിൽ നിന്ന് വിട്ട് സ്വല്പം അത് ചെയ്യുമ്പോൾ മാത്രമേ ആ സൗണ്ട് കേൾക്കൂ. ഇപ്പം ഈ കോല് ഉണ്ടാക്കുന്നുണ്ടോ? ഇപ്പം ഞാൻ ശിഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇപ്പം കൊടുത്തിട്ടുണ്ട് കുറച്ചവിടെ ശിഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കും. അല്ലാതെ ഞാൻ ബിസിനസ് ഇല്ല. കാരണം ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടത് കൊണ്ട് പൊട്ടിയ കോല് കൊണ്ടും ഒക്കെ ഞാൻ കൂട്ടിയിരുന്നത്. അത് കാരണം കൊണ്ട് ഇപ്പോൾ അതില്ല. നന്നായി. കോലിനെ പറ്റിയിട്ടുള്ളൊരു പുരാണം അതെന്താണെന്ന് വെച്ചാൽ, ഈ 2 യന്ത്രങ്ങൾ ആയിട്ട് കണക്കാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഈ ശബ്ദവീജിയിലേക്ക് അവിഭാജ്യ ഘടകമായിട്ടുള്ള കോലിനെ പറ്റിയിട്ട് അറിയുന്നവർക്കുള്ളൊരു എല്ലാവർക്കും അത് ചെണ്ടക്കാരൻ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത മനസ്സിലാക്കി ചെയ്യുന്നു. നമുക്കിനി തിരിച്ച് നമ്മൾ നൃത്യ അഭ്യസന കാലത്തിലേക്ക് പോവാം. ഇപ്പോൾ കലാനിലയത്തിലാണല്ലോ പഠിച്ചത്. അതെ. അപ്പോൾ അവിടുത്തെ അഭ്യസന സമ്പ്രദായം, ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഗുരുകുല സമ്പ്രദായത്തിൻ്റെ അഭ്യസന രീതിയിൽ നിന്ന് സ്ഥാപനവൽക്കരിച്ച ഒരവസ്ഥയിലേക്ക് പോയ കാലഘട്ടത്തിലാണല്ലോ. അത് നിങ്ങളുടെയൊക്കെ ഗുരുനാഥന്മാർ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണമായിട്ടും ഒരു സ്ഥാപനവൽക്കരിച്ച രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ വളരെ കൃത്യമായ ഒരു സമ്പ്രദായം ഇന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ മുമ്പുള്ള കാലഘട്ടത്തിൽ ആയിരിക്കുമല്ലോ നിങ്ങൾ ആശാന്മാർ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അതുപോലുള്ള സ്ഥാപനങ്ങൾ, ഇപ്പോൾ കലാമണ്ഡലമാണെങ്കിലും സദനാണെങ്കിലും ഒക്കെ വ്യത്യാസങ്ങളുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ ഗുരുനാഥന്മാരുടെ ഒരു പാണി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ ഇപ്പോൾ അപ്പുമാരെന്നൊക്കെ പറയുന്ന വ്യക്തി, അദ്ദേഹമൊക്കെ ഇപ്പോൾ കലാമണ്ഡലത്തിൽ അഭ്യസിച്ചിട്ടുണ്ടെങ്കിലും
ആ സമ്പ്രദായ രീതി പരിപൂർണമായി ഒരു സ്ഥാപനത്തിൽ പൊതുവളാശന്റെ അതെ. എന്നാലും അതൊരു അദ്ദേഹത്തിന് ഒരു ചരിത്രം ഉണ്ടാവും. അദ്ദേഹത്തിനും വേറൊരു ഗുരുകുല സമ്പ്രദായം കയ്യിലുണ്ടാവും. ഈ അഭ്യാസ രീതി എങ്ങനെയാണ് കാണുക? അപ്പോൾ ഗോപാലകൃഷ്ണന് കിട്ടിയിട്ടുള്ള സമ്പ്രദായങ്ങൾ എങ്ങനെയാണ്? അഭ്യസന രീതിയിലെ വ്യത്യാസങ്ങൾ തോന്നിയിട്ടുണ്ടോ മറ്റുള്ളവരായിട്ട് സംസാരിക്കുമ്പോൾ? എന്താണ് അതിൻ്റെ സമ്പ്രദായം? അപ്പുവാശൻ്റെ പഠിപ്പിക്കൽ രീതി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇന്നും പേടി സ്വപ്നമാണ്, പേടിയാണ്. ആശാൻ്റെ പേര് പറയുമ്പോൾ തന്നെ ഇന്നും ഉള്ളു പടയ്ക്കും അങ്ങനെയായിരുന്നു. ആശാൻ ക്ലാസ്സിന് വരുന്നു എന്ന്, ഇന്ന് ക്ലാസ്സിന് ആശാൻ വരണ്ടെന്ന് മനസ്സിലായാൽ പിന്നെ മൂത്രം നിൽക്കില്ല. എങ്ങനെയാണ് അവിടെ തുടങ്ങിയ മുതൽക്ക് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് കുഞ്ചുനാശൻ കൊണ്ടേക്കി എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്ത് കൊണ്ടേക്കി. അദ്ദേഹമാണ് പിന്നെ എന്നെ പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ശിക്ഷ അപാര ശിക്ഷയായിരുന്നു, ഭയങ്കര ശിക്ഷയാണ് പഠിപ്പിക്കുന്ന രീതിയിൽ. അദ്ദേഹത്തിന് കൃത്യനിഷ്ഠ ഭയങ്കരമാണ്. അമ്പലത്തിൽ 3 വെടി പൊട്ടും 3 മണിക്ക് ഇരിഞ്ഞാലക്കുട അമ്പലത്തിൽ. 3ാമത്തെ വെടിക്ക് ഗണപതി കൈയിൻ്റെ ഗീക്കാമം തുടങ്ങിയിരിക്കണം, ഇല്ലെങ്കിൽ ആശാനോട് എഴുന്നേറ്റ് വരും, അടി ഉറപ്പാണ്. അത് മുഖം കഴുകി അപ്പുറത്ത് കുളത്തിലിറങ്ങി, അന്ന് പൈപ്പാട് വെച്ചിട്ടായിരുന്നു, കുളത്തിലിറങ്ങി മുഖമൊക്കെ കഴുകി വന്ന് ഈ സമയത്ത് അവിടെ ചെന്നിരിക്കണം. ഉറക്കം തൂങ്ങിയ ചെറിയ കുട്ടിയല്ലേ, 13 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, ചെറിയ കുട്ടിയല്ലേ, ഉറക്കം ഉണ്ടാവില്ലേ. അന്ന് ഒരു മുണ്ടും ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടുന്ന് അമ്മ ഒരു 5 ഉറുപ്പ്യ തരും, അതുകൊണ്ട് ഒരു കൊല്ലത്തെ കേണം. ഓണ വെക്കേഷനിൽ പിന്നെ തിരിച്ചു പോകുമ്പോൾ ഒരു 5 ഉറുപ്പ്യ തരുള്ളൂ. പിന്നെ കുഞ്ചുനാശനായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു കൂടെ എല്ലാം. അങ്ങനെ അപ്പുവാശൻ്റെ അടുത്തേക്ക് പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആർക്കും കയറി വരാനോ സംസാരിക്കാനോ അധികാരമില്ല. ആശാൻ കൃത്യനിഷ്ഠ ഭയങ്കരമാണ്. ഒരെണ്ണം പറഞ്ഞാൽ ആശാൻ്റെ വാച്ചൊല്ല് വേറെയാണ്, കുഞ്ചുനാശൻ എന്നെ പഠിപ്പിച്ച വാച്ചൊല്ല് വേറെയാണ്. അപ്പുവാശൻ പറഞ്ഞു തരുന്ന വാച്ചൊല്ല് മനസ്സിലാവായ കുറേ ഉണ്ടായിരുന്നു, വായിൽ മുറുക്കാനും കേട്ട് മനസ്സിലാവേണ്ടത്. പക്ഷേ അദ്ദേഹം കൃത്യമായിട്ടുള്ള ആ പഠന രീതിയായിരുന്നു. മനോധർമ്മം ഒരു കഷ്ണം പോലും കൊട്ടാൻ സമ്മതിക്കില്ല. കാര്യയിൽ കൊട്ടുകയാണെങ്കിൽ തന്നെ ഒരു മനോധർമ്മം കൊട്ടാൻ സമ്മതിക്കില്ല. മനോധർമ്മം കൊട്ടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ശിക്ഷയാണ്. ഒരു കളരി ചൊല്ലിയാട്ടം കുട്ടനാശം ചൊല്ലി അടിക്കുമ്പോൾ ആ സമയം കഴിയോളം കുനിച്ച് നിർത്തി പൊന്തിയാ നടുവിനട്ടിയ അങ്ങനെ മനോധർമ്മം കൊട്ടിക്കഴിഞ്ഞാൽ അത്രയും നിഷ്കർഷമായിട്ടായിരുന്നു പഠിപ്പിക്കൽ രീതി. അദ്ദേഹം ഒരു 2 കൊല്ലം ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞപ്പോഴേക്ക് വേറെ പുതിയ കുട്ടികൾ വന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കുഞ്ചുനാശനായി പിന്നെ പഠിപ്പിക്കൽ. അരങ്ങേറ്റം 2 കൊല്ലത്തിന് മുമ്പ് നടന്നു. ആദ്യത്തെ കൊല്ലത്ത് തന്നെ അരങ്ങേറ്റം കഴിഞ്ഞു. 2 മുതലക്കാരുടെയും എൻ്റെ കൂടി ഉണ്ടായത്. പിന്നെ പുറപ്പാട് മേളപ്പത്. അപ്പോൾ താഴമ്പ് തന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, പകുതി അവിടെ അങ്ങനെ പതിവുള്ളൂ. അപ്പോൾ കഥകളിക്കൂട്ടിലേക്ക് തന്നെ തുടങ്ങി കഴിഞ്ഞ് കലാശങ്ങൾ എല്ലാം കൃത്യമായിട്ട് തെരനോക്കുകൾ, പിന്നെ തോങ്കാരങ്ങൾ, ഇങ്ങനെ ഇരട്ടികൾ, ഇതെല്ലാം ആശാൻ പഠിപ്പിക്കും. പഠിപ്പിച്ച് പിന്നെ കുഞ്ചുനാശനോട് എനിക്ക് ധൈര്യം അതുണ്ട്. കുഞ്ചുനാശന് ഒരു നിമിഷം പോലും ഒഴിവ് ഞാൻ കൊടുത്തിട്ടില്ല. ആശാൻ കഞ്ഞി ഉണ്ടാക്കുക വെച്ചാൽ ഞാൻ വാതിൽ ചാരി നിൽക്കും. ഇതെങ്ങനെ ചോദിക്കും. അതായത് പിൽക്കാലത്ത് ഞാൻ അറിഞ്ഞ ഗുരുനാഥനെ കുത്തിക്കൊള്ളണം പറയുക. പറയാം അച്ഛൻ കുത്തിക്കൊല്ലല്ല, ഗുരുനാഥനെ കുത്തി ചോദിച്ചെങ്കിൽ മാത്രമേ ഇത്ര ഗുരുനാഥൻ്റെ ഉള്ളിൽ നിന്നുള്ള മുഴുവൻ കിട്ടുള്ളൂ. ഇത് ഏറ്റവും കൂടുതൽ കുഞ്ചുനാശൻ്റെ അടുത്ത് മേടിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അദ്ദേഹത്തിന് വിഷമമില്ല, ഏട്ടൻ്റെ മകനല്ലേ, തരാനും വിഷമില്ല, സന്തോഷമായിട്ടാണ് തീരുന്നത്. അത് കഴിഞ്ഞപ്പോൾ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ കുഞ്ചുനാശൻ്റെ കാര്യത്തിലേക്കായി. കുഞ്ചുനാശൻ ചൊല്ലിയാട്ടത്തിൻ്റെ കൂട്ടലും ചൊല്ലിയാട്ടക്കാരിയിൽ വിദ്യാർത്ഥികളെ എൻ്റെ സീനിയർ ഉണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ആനമങ്ങാട്ടിൽ, പഴുവിൽ രഘു പറഞ്ഞിട്ട് 1 കൊല്ലത്തെ സീനിയറാണ്. അപ്പോൾ അദ്ദേഹത്തിനെയും കാര്യയിൽ കുട്ടിക്കൽ കുഞ്ചുനാശനായിരുന്നു. ഈ ഇതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ തല്ല് മുഴുവൻ ഞാൻ കൊള്ളണം. പിന്നെ ഒരു ഗീത എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, പ്രൈവറ്റായിട്ട് ആശാൻ്റെ അടുത്ത് പഠിക്കുന്ന. ആ ഗീതയ്ക്കും ഞങ്ങൾക്ക് 2 പേർക്കുള്ള തല്ല് മുഴുവൻ ആശാൻ്റെ ദേഷ്യം. കുടുംബത്തിലെ വിഷയം ഉണ്ടെങ്കിലും ആശാൻ ഞങ്ങളെ വന്ന് തല്ലും എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയായിരുന്നു. അതിലേക്ക് ഞങ്ങൾക്ക് ചിരിക്കുന്ന ഒരു കാര്യം പറയാം. ഞാൻ ആദ്യമായിട്ട് ഒരു ഗുരുനാഥൻ മരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നൊരു ശിഷ്യൻ അവിടെ കയറിയിരിക്കും. അപ്പോൾ ആശാൻ വെള്ളം പിന്നെ ചായ കുടിക്കാൻ അപ്പുവാശൻ ചായ കുടിക്കാൻ പോവും കിഴക്കേ നടയിലേക്ക്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞേ വരൂ. അദ്ദേഹം ഇവിടുന്ന് പോകുമ്പോൾ പ്രാർത്ഥിക്കും, ഈശ്വരാ വല്ല വണ്ടിയും മുട്ടി ആശാൻ മരിക്കണേ. വിവരക്കേടാണ്, തിരിച്ചറിവില്ലായാണ്, ബുദ്ധിയില്ലായാണ്, ചെറിയ കുട്ടിയാണേ. അങ്ങനെ ചിന്തിച്ചിരുന്നു. ആശാൻ വന്ന അടി തുടങ്ങിയായി.
അപ്പോൾ അവിടെ ഒരു വാതിലുണ്ട്, ഇങ്ങനെ ഹോളിലേക്ക് ഇങ്ങനെ തുറക്കാവുന്നൊരു വാതിൽ, എന്നുള്ള സൗണ്ട് ഉണ്ടാവും ഈ വാതിൽ തുറന്നാൽ. അപ്പോൾ അപ്പം മൂത്രം വെച്ച് വന്നിട്ടുണ്ടാവുള്ളൂ. ഈ സൗണ്ട് ഇങ്ങോട്ട് വന്നാൽ അപ്പം പോവും ഒരു തൊപ്പിക്കൂടെ വട്ടം മൂത്രം ആദ്യം പോയിട്ടുണ്ടാവും. അമ്മാതിരി അടിയായിരുന്നു. എന്നെ തല്ലി പൊട്ടിച്ച ചെണ്ടക്കോല് ഞാൻ വെച്ച് പൂജിച്ചുകൊണ്ടിരിക്കുകയെന്ന്. എൻ്റെ വീട്ടിൽ എൻ്റെ പൂജാമുറിയിൽ എന്നെ തല്ലി പൊട്ടിച്ച ചെണ്ടക്കോലുണ്ട്, ഞാൻ പൂജിക്കുന്നു. അഭ്യസനത്തിലേക്ക് അപ്പോൾ അങ്ങനെ അവിടുന്ന് കുഞ്ചുണ്ണി ആശാൻ്റെ പഠിപ്പിക്കൽ രീതി, അദ്ദേഹം എന്താണ് ഭാവം, അതായത് അച്ഛൻ, ഗുരുനാഥൻ, ജ്യേഷ്ഠൻ ഒരു കാറ്റഗറിയിൽപ്പെട്ട മുദ്രയാണ്. ഈ മുദ്രയ്ക്ക് മൂന്ന് ഭാവം ആ ഭാവം അദ്ദേഹത്തിൻ്റെ മുഖത്ത് വരുത്തി അദ്ദേഹം മുദ്ര കാട്ടി. ഇതാണ് ഇതിന് കൊട്ടേണ്ടത് എന്ന് അദ്ദേഹം തന്നെ മുദ്ര കാട്ടി, അദ്ദേഹം തന്നെ ചൊല്ലിയാടി ആയിരുന്നു എന്നെ ആട്ടത്തിന് കൊട്ടാൻ പഠിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ കൊട്ടിൻ്റെ അവരെ നടു വക്ക് അതെങ്ങനെ വേണം, അതിൻ്റെ വാച്ചൊല്ല് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് അതേ വാച്ചൊല്ല് കുഞ്ചുണ്ണിയാശനായിട്ട് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ടാവുക തോന്നുന്നു. വേറെ അങ്ങനെ ഞാൻ കേട്ടില്ല. ഡഗനാക്കാം എന്നുള്ള സാധനം അങ്ങനെ തന്നെ പറയുള്ളൂ. എന്നാൽ ദരകടൊക്കെ മറ്റുള്ളവർ പറയുക. ഞാൻ ആദ്യം പഠിച്ച അപ്പോച്ചൻ്റെ ശൈലി തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം പിന്നീട് അത് അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം അങ്ങനെ ആക്കിയ ആണെന്ന് എൻ്റെ വിശ്വാസം. ഈ താളഘടന ഭാവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അനവദ്യവാദ്യം എന്ന് പറഞ്ഞ ചർമ്മവാദ്യത്തിൽ നിന്ന് ആലിംഗവാദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തോട് ചേർത്ത് നിർത്തി കൊണ്ടു നടക്കുന്ന ഒരു ഉപകരണം ആയതിനാൽ നമ്മളുടെ ഭാവം അതിലേക്ക് ആവാഹിക്കപ്പെടുന്ന പറയുന്നത്. അപ്പൊ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു താളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ തൗരത്രികത്തിനെ പിടിച്ചു നിൽക്കുന്ന, മതയാനെ പിടിച്ചു നിൽക്കുന്ന അങ്കുശ എന്നൊക്കെ പറയും. പക്ഷെ അതിൽ നിന്ന് ഭാവത്തിലേക്ക് നമ്മുടെ ശരീരത്തിൽ തൂങ്ങി നിൽക്കുന്ന ഈ ചെണ്ടയിലേക്ക് നമ്മുടെ ഭാവം ആവാഹിക്കുന്ന ഒരു സംഭവം. അതെ. ഒരു മുദ്രയ്ക്ക് അതിൻ്റേതായുള്ള ഭാവമുണ്ടെന്നും അതിൻ്റെ നീളങ്ങൾ ഇപ്രകാരം എല്ലാം, ഇതിനൊക്കെ ഒരു നിശ്ചിതമായ നീളമുണ്ട്. ഈ നീളങ്ങളും അതുപോലെ ചില്ലു മുദ്രകൾക്ക് അതിൻ്റേതായ നീളവും എത്ര കണ്ട് അതുപോലെ അത് ഞാൻ കൂട്ടിനൊന്നും എനിക്കറിയില്ല. പക്ഷേ എങ്കിൽ കൂടി പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ മൂന്ന് മുദ്ര ഒരേ കാറ്റഗറിയിൽപ്പെട്ട മൂന്ന് മുദ്ര, അച്ഛൻ, ജ്യേഷ്ഠൻ, ഗുരുനാഥൻ, ഈ മൂന്ന് മുദ്രയ്ക്ക് മൂന്ന് ഭാവത്തിൽ അദ്ദേഹം തന്നെ കാട്ടിയിട്ട് അതുപോലെ കൊട്ടണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ചുണ്ണിയാശാൻ്റെ പഠിപ്പിക്കൽ രീതി പറഞ്ഞാൽ തലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ നമ്മളെ ചിന്തിപ്പിക്കും, നമ്മളെ രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. ആ വാക്കുകൾ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. അപ്പോൾ അത് വളരെ വിഷമത്തോടു കൂടി ഇന്നും ഓർക്കുന്ന പല വാക്കുകളുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് തന്നെയായിരുന്നു എൻ്റെ അടുത്ത ഗുരുനാഥൻ ബലരാമാശാനം. അദ്ദേഹത്തിന് കൃത്യനിഷ്ഠ അവിടെ തന്നെ. അതിൻ്റെ പിന്നെ കലാനിലയത്തിൻ്റെ പോസ്റ്ററായിട്ട് സമയത്താണ് തോന്നുന്നു ബലരാമാശാൻ്റെ വരവ്, അദ്ദേഹത്തിൻ്റെ വരവ്. ഇവർ രണ്ടുപേരും ഒന്ന് കൂടിയാൽ പിന്നെ ശിഷ്യന്മാരെ ഒരു കൊല്ലാതെ കൊല്ലുന്നൊരു സംഭവമുണ്ട്. പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇഷ്ടം കൊണ്ടാണ്. കൊട്ടും എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇവൻ കൊട്ടുമ്പം മിടുക്കനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഇവർ രണ്ടുപേര്, ബലരാമാശൻ ഒന്ന് ചെറുപ്പമാണ്, എവിടെയായിരുന്നു, പിന്നെ അഹമ്മദാബാദിൽ എങ്ങോട്ടായിരുന്നു അദ്ദേഹം, അവിടെ ദർപ്പണയിലോ ആയിരുന്നു. ദർപ്പണയിൽ നിന്ന് അദ്ദേഹം ആദ്യമായിട്ട് വന്ന് കലാനിലയത്തിൽ ജോയിൻ ചെയ്യുന്ന കൈ കിട്ടിയത് എന്നെയാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം കൂട്ടുണ്ട്, കളിക്ക് അത്യാവശ്യം കൂട്ടുണ്ട്, കുഞ്ചുണ്ണിയാശാൻ്റെ കൂടെ കൂട്ടുണ്ട്. അപ്പോഴേക്ക് അവിടെ കലാനിലയത്തിൽ എപ്പോഴും കൃഷ്ണൻ്റെ പ്രവേശം വരും, എപ്പോഴും മണ്ണടച്ചാണ്ട് വരും കൊട്ടാൻ വേണ്ടിയിട്ട്. വലിയ കളിക്കൊക്കെ രാമടേശൻ ഇവരൊക്കെയുള്ള കളിക്കൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ. ഞാൻ കൂടെ അവർ അടക്ക തിരയി കൊടുത്തിട്ടും ഇങ്ങനെ കേട്ട്, അപ്പോൾ ആശാന്മാരുടെ കൂടെ രണ്ടാം ചണ്ടക്കാരനായിട്ട് നിൽക്കാൻ അത് വലിയൊരു ഭാഗ്യമല്ലേ. പൊതുവാളാശാൻ്റെ കൂടെ, പൊതുവാളാശാൻ, മണ്ണാടി ആശാൻ, കുട്ടന്മാരാശാൻ്റെ കൂടെ മാത്രം എനിക്ക് തരാനില്ല. ബാക്കി ഒരുവിധം എല്ലാവരും, ആയാങ്കുടി ആശാൻ, കേശവ ആശാൻ, രാമേട്ടൻ, മിടുക്കൻ തിരുമേനി, അങ്ങനെ മുതൽക്ക് അവരുടെ കൂടെ, പിന്നെ വലിയ ആൾക്കാരുടെ കൂടെ ഇല്ല, ഇവരുടെ കൂടെ മേളപ്പതും പോലും കൊട്ടാൻ തരാനുണ്ട്, ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോൾ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഭാഗ്യമൊക്കെ. അച്യുതപ്പ് ആശാൻ, പറയാതിരിക്കാൻ പറ്റില്ല. അച്യുതപ്പ് ആശാൻ്റെ കൂടെ പട്ടിക്കാൻതൊടി സ്മാരകത്തിൽ ഞാൻ കോഴ്സ് കഴിഞ്ഞ് വന്ന് പട്ടിക്കാൻതൊടി സ്മാരകം തുടങ്ങുകയാണ്. അന്ന് വെള്ളിനെ സ്കൂളിൽ എനിക്ക് വെള്ളിനെ സ്കൂളിൽ ടെമ്പററി അധ്യാപകനായിട്ട് എനിക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലാണ് പട്ടിക്കാൻതൊടി സ്മാരകം അവിടെ തുടങ്ങുന്നത്. അന്നും കേവന്മാരായിട്ടുള്ള, കേവന്മാരെന്ന് പറഞ്ഞാൽ പോരാ, ചക്രവർത്തികൾ പൊതുവാളാശാൻ, പിന്നെ മണ്ണാടേശൻ, അച്യുതപ്പുഴാശാൻ, പിന്നെ കുറുപ്പാശാൻ, നമ്പീശാശാൻ, അങ്ങനെയുള്ള
വലിയ വലിയ ചക്രവർത്തിമാർ. ഞാനും സദനം ഗോപാലനും ഇവരുടെ താഴെ ചെറിയ കുട്ടികൾ. രണ്ടാം ചെണ്ടയ്ക്ക് പോകണമെങ്കിൽ ഒന്ന് സദനം ഗോപാലൻ പോകണം, അല്ലെങ്കിൽ ഞാൻ പോകണം. അങ്ങനെയാണ്. രാമകൃഷ്ണൻ അത് പ്രഗത്ഭരായിട്ടുള്ള അവരില്ലേ, പിന്നെ പത്മാശാൻ. അപ്പോൾ അതിലൊക്കെ കൂടെ നടന്ന് കൊട്ടാൻ ഭാഗ്യം ഉണ്ടാവുക, കുറുപ്പാശാൻ പാടുന്ന ഒരു സ്റ്റേജിൽ കൊട്ടാൻ തരാവുക. അങ്ങനെ ഒരു ഇത് അവിടെ പഠിപ്പിക്കുന്ന അച്ഛൻ പ്രൊഫഷൻ അന്ന് ഈ പട്ടിക്കാവൂർ സ്മാരകത്തിൽ ചൊല്ലിയാട്ടം പഠിപ്പിക്കൽ കാന്തളൂർ അമ്പലത്തിൽ വെച്ചുണ്ടായി. അന്ന് അച്ഛന് പ്രൊഫഷൻ എന്നെ തിരഞ്ഞെടുത്തു. എത്രയോ ചണ്ടക്കാർ പുറത്ത് നിൽക്കുന്നു. എൻ്റെ ചിലപ്പോൾ ബുദ്ധിമുട്ട് പ്രശ്നം കേട്ടതായിരിക്കും ചിലപ്പോൾ, അച്ഛനറിയാനല്ല കാര്യം. അങ്ങനെ എന്നെ തിരഞ്ഞെടുത്ത് അവിടെ ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി സോമനും ഞാനും അവിടെ പഠിപ്പിക്കാൻ നിൽക്കുക. പട്ടിക്കാവൂർ സ്മാരകത്തിൻ്റെ കെയർ ഓഫിലുള്ള കാന്തളൂർ അഗ്രശാലയിൽ. അതിൽ പിന്നെ കുറേ പിള്ളേരെ പഠിപ്പിച്ചു. അതിൽ ആരും നിരയില്ല, ഒക്കെ പോയി. അതിൽ ഒരു കുട്ടി മാത്രം നിരയായി. കലാമണ്ഡലത്തിൽ വന്നു, വിജയൻ എന്ന് പറഞ്ഞൊരു കുട്ടി. ഞാൻ അവിടെ പഠിപ്പിച്ച കുട്ടിയാണ്. അപ്പോൾ അവസാനം ഇപ്പോൾ ഒരു മാങ്ങോട്ടുള്ളൊരു വിജയനാണ്. ഈ വിജയൻ അവസാനം കൊച്ചി കൾച്ചർ സെൻറ്റർ തുടങ്ങി. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ കാണാറില്ല, അറിയില്ല, എനിക്ക് വിവരമൊന്നുമില്ല. എന്നാലും കലാമണ്ഡലത്തിൽ ഞാൻ പോയി ചേരലും അവിടെയാണ് പഠിച്ചിരിക്കുന്നത്. അത് അവസാനം അവിടുന്ന് അത് നിർത്തി. അങ്ങനെ അതിൽ പഠിച്ചാണ് കലാമണ്ഡലം ഹരിനാരായണൻ സോമൻ്റെ ശിഷ്യനൊക്കെയാണ്. ഹരിനാരായണനൊക്കെ അവൻ സോമനെ പഠിപ്പിച്ചത്. അങ്ങനെ അത് കഴിഞ്ഞ് സോമൻ്റെ സ്കോളർഷിപ്പ് കാലമായി. സോമൻ്റെ സ്കോളർഷിപ്പ് കാലത്ത് അതെ അപ്പോൾ രാമുട്ടേഷൻ്റെ വീട്ടിൽ വെച്ച് രാമുട്ടേഷൻ്റെ അടുത്ത് ആ സോമൻ്റെ സ്കോളർഷിപ്പ് ഉണ്ടായത്. അപ്പോൾ ഞാൻ ഇവിടെ തെണ്ടി തിരിഞ്ഞ് നടക്കുക. അത് കൂടെ ഒരു പണിയില്ല. ചെണ്ടക്കോൽ ഉണ്ടാക്കലും അതെ, ഈ ചെണ്ടക്കോൽ ഉണ്ടാക്കലിൻ്റെ പണിയുള്ളൂ, വേറെ പണിയൊന്നുമില്ല. കളിക്ക് പോയാൽ കിട്ടുന്ന എല്ലാ വഴിപാടുകളെയാണ്, ഒന്നും കിട്ടില്ല. പിന്നെ ഈ തെക്കോട്ടും വടക്കോട്ടൊക്കെ പോകുന്നുണ്ട്, പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്, അവിടെ പോയി കാശും കിട്ടുന്നുണ്ട്, എല്ലാവരുടെ കൂടെയും കൂട്ടുന്നുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം തന്നെയാണ്. വിടാൻ ഷർട്ട് പോലും ഇല്ല, ഈ അവസ്ഥയാണ്. അങ്ങനെ രാമകൃഷ്ണൻ്റെ വീട്ടിൽ സകല വേഷങ്ങളും ഉത്ഭവം മുതൽക്ക് സകല വേഷങ്ങളും സോമനെ ചൊല്ലി അടിക്കുന്നതിന് കൊട്ടാൻ ഞാനാണ്. അങ്ങനെ ഒരിക്കൽ ഒരു ഹനുമാൻ കല്യാണ സംബന്ധി ഹനുമാൻ ചൊല്ലടിക്കുമ്പോൾ ഞാൻ സാധാരണ ഞങ്ങൾക്ക് ഡ കാം ഡ കാം എന്നാ കൊട്ടുണ്ട് കൂട്ടകലാശത്തിൽ. അതാണ് ഞാൻ പഠിച്ചിട്ടുള്ളൂ. മറ്റ് പലരും കൊട്ടിക്കേക്കുണ്ട്, ബുധരാശനെ പോലുള്ള അത്ര അവരൊക്കെ കൊട്ടുണ്ട്. അന്നും കൊട്ടാൻ നമുക്ക് ധൈര്യമില്ല. ആ കാലഘട്ടത്തിലാണ് ആർക്കും ധൈര്യമില്ല. അച്ഛൻ പ്രശ്നം കൊട്ടുണ്ട്. അത് പഞ്ചാരി തന്നെ ആക്കണം എന്ന് പറഞ്ഞ് രാമുട്ടേശൻ പഞ്ചാരി തന്നെ ആക്കണം, നീ അത് പഞ്ചാരി തന്നെ കൊട്ടെ എന്ന് പറയാൻ എൻ്റെ അടുത്ത്. അങ്ങനെ ഞാൻ പഞ്ചാരിയിലത് അന്ന് വെറുതെ കൊട്ടാൻ തുടങ്ങിയത്. ധൈര്യമില്ലാത്തതുകൊണ്ട് എല്ലാ ഇവരൊക്കെ കൊട്ടുന്നൊക്കെ ഉണ്ട് ഞാൻ, പക്ഷേ എനിക്ക് കൊട്ടാൻ ധൈര്യമില്ല.